ബവിത എന്ന യാത്രക്കാരി പകർത്തിയ ചിത്രം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ചിത്രമാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറിയത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഇരുന്ന് കരയുന്നത് കണ്ട് ആ ബവിത എന്ന യാത്രക്കാരി പകർത്തിയ ചിത്രമാണിത്. പിന്നീട് ഇങ്ങനെ കുട്ടിയെ കാണാതായി എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ അത് പോലീസിന് അവർ കൈമാറുകയായിരുന്നു. അതിൽ നിന്നാണ് ഈ കുട്ടി ട്രെയിനിൽ കയറിയിട്ടുണ്ട്, ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ കയറിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പിന്നീട് പിതാവുമായി ബന്ധപ്പെടുമ്പോൾ, ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ ഇത് ഈ പെൺകുട്ടി തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം വരുന്നു. പോലീസ് നേരത്തെ അത് സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. DCP അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടെത്താൻ കഴിയും, ഉടൻ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി പോലീസ് ഈ ഘട്ടത്തിൽ വെച്ചു പുലർത്തുന്നുണ്ട്. 5 അംഗ സംഘമാണ് കന്യാകുമാരിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ വിവിധയിടങ്ങളിലും സമാനമായ പരിശോധനയുണ്ടാകും. അഖിൽ ഷാ അൻസാർ തുടരുന്നുണ്ട് നമുക്കൊപ്പം. അഖിൽ ഷാ അൻസാർ, ഈ കേസിൽ പ്രധാനപ്പെട്ട ഈ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട വഴിത്തിരിവായിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന, നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ച ഈ ചിത്രമാണ്. ബവിത എന്ന സഹയാത്രക്കാരി പകർത്തിയ ചിത്രം. ഇനി കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഈ പുലർച്ചെ സമയത്തെ ഫോക്കസ് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കന്യാകുമാരിക്ക് മുമ്പ് 4 സ്റ്റേഷനുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇറങ്ങാനുള്ള ഒരു സാധ്യത അതീ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഇനിയുള്ള അന്വേഷണത്തിൽ, ഇന്ന് രാവിലെ നടക്കാൻ പോകുന്ന അന്വേഷണത്തിൽ നിർണായകമാവുന്നത് എന്താണ്? വെല്ലുവിളികൾ എങ്ങനെയാണ് അഖിൽ ഷാ അൻസാർ? റിജിത്ത്, ഇനി നിർണായകമാകാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് റിജിത്ത്. അതായത് നമ്മളിപ്പോൾ കന്യാകുമാരി ആണ് പ്രധാനമായും ഈ പോലീസ് സംശയിക്കുന്ന ഇടം. അതായത് കന്യാകുമാരിയിലാണ് ഈ ട്രെയിൻ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഈ കുട്ടി ഇറങ്ങിയിരിക്കണം എന്നുള്ളതാണ് പോലീസ് ഏറ്റവും പ്രധാനമായും ഒരു നിഗമനമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതലുള്ള അന്വേഷണങ്ങൾ നടക്കുക, തെരച്ചിൽ അവിടെയായിരിക്കും കൂടുതൽ നടക്കുക. അവിടെ ഏത് തരത്തിൽ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയും എന്നുള്ളതിൽ അതിൽ ഒരേ ഒരു മാർഗമാണ് പ്രധാനമായിട്ടുമുള്ളത്. അത് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇതിൽ നിർണായകമാകാൻ പോകുന്നത്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇതിൽ നിർണായകമാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒപ്പം പക്ഷെ പോലീസ് ഇതിൽ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഈ കന്യാകുമാരിയിലെ അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ ഇതിന്റെ ഭാഗമായി എടുക്കണം. ഒപ്പം ഈ പറയുന്ന കന്യാകുമാരിയിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും കുട്ടി പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. മറ്റൊരു ഒരു പ്രശ്നമായി വരുന്നത്, ഈ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള യാത്രയ്ക്കിടെ മറ്റേതെങ്കിലും സ്റ്റോപ്പിൽ ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടത്തേണ്ടതുണ്ട്. ഇവിടെയൊക്കെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി ഉണ്ടാകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാകും ഈ പറയുന്ന ഇനിയുള്ള അന്വേഷണത്തിൽ നിർണായകമാവുക. ഇപ്പോഴും നിർണായകമായതൊരു ദൃശ്യം തന്നെയാണ് അത്. പക്ഷേ മറ്റൊരാളെടുത്ത ഒരു ചിത്രമാണ് നിർണായകമായി വന്നത്. അത് പക്ഷേ പോലീസിനെ നയിച്ചത് വലിയ ലീഡിലേക്കായിരുന്നു. അതായത് ആ കുട്ടി എങ്ങോട്ടേക്കാണ് സഞ്ചരിച്ചത് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഈ അന്വേഷണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ലീഡിലേക്കാണ് പോലീസിനെ നയിച്ചത്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളായിരിക്കും ഏറ്റവും അധികം നിർണായകമാവുക. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ. ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലടക്കം കുട്ടി ഇറങ്ങിയോ, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയെങ്കിൽ ആ കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് തുടങ്ങിയ ഈ കന്യാകുമാരി പ്രദേശത്തുള്ള കടകൾ, മറ്റ് സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ പറയുന്ന അവിടെയുള്ള ആളുകളുമായുള്ള അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ അധികൃതർ, ഒപ്പം ഈ സമീപത്തുള്ള കടകളിലെ ആളുകളെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ മൊഴിയെടുക്കേണ്ടി വരും. അവർ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്നലെ ഈ കുട്ടി എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായൊരു അന്വേഷണം. ഇവിടെ നിന്ന് 5 അംഗ സംഘമാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോയിരിക്കുന്നത്. അവിടെ RPFന്റെ സഹായം ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. കന്യാകുമാരി പോലീസിന്റെ സഹായം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഒരു വലിയ സംഘമായി തിരിഞ്ഞുള്ള ഒരു അന്വേഷണം ഇതിൽ അത്യാവശ്യമായി വേണ്ടിവരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കന്യാകുമാരി പോലുള്ള ഒരു വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇത്രയധികം ഈ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലത്ത് ഒരുപാടധികം കടകളും സ്ഥാപനങ്ങളുമുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന ഈ ഒരു ദിവസം കൊണ്ട് പരിശോധിക്കണമെങ്കിൽ ഒരുപാടധികം ഉദ്യോഗസ്ഥരുടെ ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ പ്രവർത്തനം, പല സംഘങ്ങളായി തിരിഞ്ഞുള്ള ഒരു അന്വേഷണമൊക്കെ ഇതിന്റെ ഭാഗമായി ആവശ്യം വരും. എന്തായാലും വളരെയധികം സംയുക്തമായ, അതായത് 2 പോലീസ് സേനകളും സംയുക്തമായ ഒരു
അന്വേഷണം ഇതിന്റെ ഭാഗമായി നടത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിലവിൽ ഇവിടെ നിന്നൊരു സംഘം കന്യാകുമാരിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും DCP അടക്കമുള്ള DCP ഭാരത് റെഡ്ഡി അടക്കമുള്ള ആളുകൾ ഇതിനെ നേരിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട്, നേരിട്ട് ഈ കേസിൽ ഇടപെടുന്നുണ്ട്, പ്രാഥമികമായ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും കഴക്കൂട്ടം ACPക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹവും വളരെ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞത് ഇന്ന് പകൽ അവസാനിക്കുന്നതോടുകൂടി ഈ കേസിൽ ഒരു തീരുമാനമാകും, കുട്ടിയെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ വളരെയധികം ആത്മവിശ്വാസമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ 10-20 മണിക്കൂറായി വളരെ ഊർജിതമായ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത അന്വേഷണം, നഗരമാകെ അരിച്ചു പറക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം ഈ കുട്ടി താമസിക്കുന്ന വീടിന്റെ പരിസരത്തുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഏറ്റവും ഒടുവിലാണ് ഈ ദേശീയപാതയിൽ നിന്നുള്ള ഒരു കടയ്ക്ക് മുന്നിൽ നിന്നുള്ള ഒരു CCTV ദൃശ്യം, ആദ്യത്തെ CCTV ദൃശ്യം, ഈ കുട്ടി പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ CCTV ദൃശ്യം അവർക്ക് ലഭിക്കുന്നത്. അതിന് പിന്നാലെയായിരുന്നു മറ്റുള്ള അന്വേഷണങ്ങൾ നടത്തി വന്നത്. ഏതാണ്ട് കഴക്കൂട്ടത്തുള്ള ഏതാണ്ട് പല കടകളിലും ഇത്തരത്തിലുള്ള CCTV ശേഖരിച്ച് ഒടുവിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ട്രെയിനിൽ നിന്നെടുത്ത ഒരു ചിത്രം പുറത്താവുകയും അത് പോലീസിനെ അവരുടെ പ്രധാനപ്പെട്ട ലീഡിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതൊരു വലിയ വഴിത്തിരിവായി ഈ പോലീസിന് കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് അത് നയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വ്യാപകമായ അന്വേഷണം കേരളത്തിന് പുറത്തും, അതായത് കന്യാകുമാരിയിലും ഈ കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിലും, ഒപ്പം ഇതിനൊപ്പം തന്നെ തിരുവനന്തപുരത്തും ഇതിന്റെ ഭാഗമായുള്ള അന്വേഷണം നടക്കും. കാര്യം ഈ കുട്ടി തിരിച്ച് അവിടെ നിന്ന് ഏതെങ്കിലും ട്രെയിനിൽ കയറി തിരിച്ച് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം വഴി മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായ ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ട ഒന്നാണ്. റീജിത്ത്, അഖിൽഷ, ഈ കുട്ടിയുടെ യാത്ര അതിനെ 2 ഘട്ടങ്ങളായി നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന് ഈ അമ്മയുമായി പിണങ്ങി കഴക്കൂട്ടത്ത് നിന്ന് യാത്ര തിരിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുന്ന ഒരു ഘട്ടം, അതിനുശേഷം ഈ ട്രെയിനിൽ കയറി ആ കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ നടക്കുന്ന അന്വേഷണം. അതിൽ ഇപ്പോൾ ഈ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ സഹയാത്രക്കാരി പകർത്തിയ ദൃശ്യം, അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ആ ട്രെയിൻ കയറിയതിനു ശേഷമുള്ള യാത്ര എങ്ങോട്ടേക്ക് എന്നുള്ള കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പക്ഷേ ഈ കഴക്കൂട്ടത്ത് നിന്ന് ഈ അമ്മയുമായി പിണങ്ങി ഇറങ്ങിയ സമയം മുതൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയ ഭാഗം, അത് സംബന്ധിച്ചുള്ള ആ കുട്ടിയുടെ യാത്ര സംബന്ധിച്ചുള്ള ഏതാണ്ട് ഒരു പൂർണ്ണ വ്യക്തത തന്നെ അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ അഖിൽ ഷാൻ സാർ? തീർച്ചയായിട്ടും നമ്മൾ ഈ നേരത്തെ പറഞ്ഞത് പ്രകാരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ മുന്നിലായി ഈ കുട്ടി എത്തുന്നതും തിരുവനന്തപുരം ഭാഗത്തേക്ക് കുട്ടി പോകുന്നതുമായുള്ള ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഈ പോലീസിന്റെ ഒരു പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ഈ കുട്ടി പോയത് എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് DCP മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹവും പറഞ്ഞ ഇത്തരത്തിലാണ്, അതായത് ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മുന്നിലൂടെ പോയ കുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത് എന്നുള്ളത് DCPയുടെ ഭാഗത്ത് നിന്നുൾപ്പെടെ വന്നൊരു സ്ഥിരീകരണമാണ്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തുകയും 1 മണിയോടുകൂടി ഈ ട്രെയിനിൽ കയറി, ഈ ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസിൽ കയറി പോവുകയായിരുന്നുള്ളതാണ് DCPയുടെ അടക്കം പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്ത ഒരു കാര്യമാണ്. എന്തായാലും ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ 10:30 കൂടിയാണ്. ഈ 10:30 ഇന്ന് രാവിലെ ഈ സഹോദരിമാരുമായി വഴക്കിട്ടതിന് അമ്മ ഈ 13 വയസ്സുകാരിയെ പെൺകുട്ടിയെ ശകാരിച്ചിരുന്നു. അതിന് പിന്നാലെ അമ്മയും അച്ഛനും ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അവിടേക്ക് ശരി, അഖിൽ ഷാൻ സാറിലേക്ക് വരാം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിക്കായുള്ള അന്വേഷണം അത് ഊർജിതമായി നടക്കുകയാണ്. കുട്ടിയെ കാണാതായിട്ട് ഏതാണ്ട് 20 മണിക്കൂർ പിന്നിടുന്ന നിലയാണ്. അമ്മയോട് പിണങ്ങിയാണ് ഇന്നലെ രാവിലെ 10 മണിയോടെ പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന അത് പിന്നീട് പെൺകുട്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും കന്യാകുമാരി ബംഗളൂരു ട്രെയിനിൽ 1 മണിയോടുകൂടി കയറിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തുവരുന്നു. അതിനുശേഷമാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ചിത്രം പുറത്തുവരുന്നത്. അത് ആ ട്രെയിനിലെ സഹയാത്രക്കാരിയായിരുന്ന ബവിത എന്ന യാത്രക്കാരി പകർത്തിയ ദൃശ്യമാണ്. ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയും അതിനുശേഷം അന്വേഷണ സംഘത്തിന്, പോലീസിന് അവർ പകർത്തിയ ആ ചിത്രം അവർ കൈമാറുകയുമായിരുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, തമിഴ്നാട് പോലീസിന്റെ സഹായം തേടിക്കൊണ്ടുള്ള, അവിടെയുള്ള RPFന്റെ സഹായം തേടിക്കൊണ്ടുള്ള അന്വേഷണം, അതൊക്കെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. കന്യാകുമാരിക്ക് മുമ്പ് 4 സ്റ്റേഷനുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്തതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ടെങ്കിലും കന്യാകുമാരി
കന്യാകുമാരിയിൽ, അതായത് ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ് എന്നുള്ള നിലയിൽ കന്യാകുമാരിയിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.